ഹായ് എവ്രി വൺ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിങ്ക്രണസ് കൗണ്ടേഴ്സും അസിങ്ക്രണസ് കൗണ്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. എന്താണ് കൗണ്ടേഴ്സ്? കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യണം. ലൈക്ക് ട്രാഫിക് സിഗ്നൽസിലൊക്കെ കൗണ്ട് ചെയ്യുന്നതിൽ അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടിങ് നമുക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിങ്ക്രണസ് കൗണ്ടേഴ്സ് യൂസ് ചെയ്യാം, അസിങ്ക്രണസ് കൗണ്ടേഴ്സ് യൂസ് ചെയ്യാം. സോ ബേസിക്കലി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര ബിറ്റ് കൗണ്ടേഴ്സ് ആണ് വേണ്ടതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ സിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെയും അസിങ്ക്രണസ് കൗണ്ടേഴ്സിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ടാവും, നോർമലി ഇൻപുട്സ് ഉണ്ടാവും. സോ ഈ ഇൻപുട്സ് നമുക്ക് കണക്ട് ചെയ്യാം, ബാക്കി ഔട്ട്പുട്ട് അതിന് കറസ്പോണ്ടിങ് കിട്ടും. പക്ഷേ അതിലൊരു മെയിൻ ആളെന്ന് പറയുന്നതാണ് ക്ലോക്ക് പൾസസ്. സോ ഈ ക്ലോക്ക് പൾസസ് കൊടുത്തിട്ടാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആക്കിയിട്ട് മാറ്റുന്നത്. സോ സീക്വൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലോക്ക് പൾസസിനെ ആഡ് ചെയ്യുക. ക്ലോക്ക് പൾസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ കൊടുക്കാം. സിങ്ക്രണസ് കൗണ്ടേഴ്സിലുള്ള ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം, ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ടൈമിൽ തന്നെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ക്ലോക്ക് പൾസ് കൊടുക്കുകയാണ്. സോ അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്കതിനെ കൊടുക്കാം. അതായത് സിങ്ക് ചെയ്തിട്ട് അറ്റ് എ ടൈം കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിങ്ക്രണസ് കൗണ്ടേഴ്സ്. ഇനി അസിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ അറ്റ് എ ടൈം അല്ല, ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ, ഇപ്പോൾ ടൈം t = 0 എന്നുള്ളൊരു ഇൻസ്റ്റൻറ്റിലല്ല എല്ലാത്തിനും കൊടുക്കുന്നത്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഓരോ സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ അസിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയാം. സോ ക്ലോക്ക് പൾസ് ഒരേ സമയത്ത് കൊടുക്കുന്നതിന് സിങ്ക്രണസ് കൗണ്ടേഴ്സ്, അല്ലാത്തതിന് അസിങ്ക്രണസ് കൗണ്ടേഴ്സ്. അപ്പോൾ അസിങ്ക്രണസ് കൗണ്ടേഴ്സിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അസിങ്ക്രണസ് കൗണ്ടേഴ്സിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആദ്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതിൽ നിന്നുള്ള ഔട്ട്പുട്ടിനെ എടുത്തിട്ടാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ കൊടുക്കുന്നത്. സെക്കൻഡിൽ നിന്നുള്ളത് എടുത്തിട്ടാണ് തേർഡിന് കൊടുക്കുന്നത്. സോ തേർഡ്, അങ്ങനെ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1 by 1 ആയിട്ടാണ് ഇതിൽ കൊടുക്കുക. അസിങ്ക്രണസിൽ ക്ലോക്ക് പൾസ് കൊടുക്കുക. പക്ഷേ സിങ്ക്രണസ് കൗണ്ടേഴ്സിൽ എല്ലാത്തിനും സെയിം ടൈമിൽ, ഒരേ ടൈമിൽ തന്നെ എന്ത് കൊടുക്കണം, ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് എ മേജർ ഡിഫറൻസ്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. ക്ലോക്ക് പൾസ് കൊടുക്കുന്ന രീതിയിലാണ് ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, ഈ ഒരു കാര്യം കൊണ്ട് തന്നെ, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന സെയിം ടൈമും 1 by 1 കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏതാണ് കൂടുതൽ ഫാസ്റ്റർ റെസ്പോൺസ് തരുന്നത്? സിങ്ക്രണസ് കൗണ്ടേഴ്സാണ് കൂടുതൽ ഫാസ്റ്റർ റെസ്പോൺസ് നിങ്ങൾക്ക് തരുന്നത്. അതെന്തായിരിക്കും കാരണം? നമ്മൾ ഒരേ സമയത്ത് തന്നെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പും വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മൂന്നിൻ്റെയും അത് വർക്ക് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് ഫാസ്റ്റർ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ത് വേണം, ഒന്ന് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്പുട്ട് വേണം രണ്ടാമത്തതിന് പോകാൻ, രണ്ടാമത്തേൽ നിന്ന് വേണം മൂന്നാമത്തതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, 1 by 1 ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി സ്ലോവർ റെസ്പോൺസ് ആയിരിക്കും കമ്പയർഡ് ടു സിങ്ക്രണസ് കൗണ്ടേഴ്സ്. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് ഡിഫറൻസ്. ഇനി തേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കൗണ്ടേഴ്സ് നമ്മൾ പറഞ്ഞു 0 1 2 3 4 അല്ലെങ്കിൽ 4 അപ്പ് കൗണ്ടേഴ്സ് ആണെങ്കിൽ, സോ ദീസ് ആർ അപ്പ് കൗണ്ടേഴ്സ്. അല്ലെങ്കിൽ ഡൗൺ കൗണ്ടേഴ്സ് ആണെങ്കിൽ ഡൗൺ ആയിട്ട് കൗണ്ട് ചെയ്യും, ഡിസെൻഡിങ് ഓർഡറിൽ കൗണ്ട് ചെയ്യും. ഇനി അസിങ്ക്രണസ് കൗണ്ടറിൽ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ്, അതായത് സീക്വൻസ് ആയിട്ട് നമുക്കറിയുന്ന എന്താണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഓർഡറിലാണ് 0 1 2 3 4 എന്നുള്ള ഓർഡറിൽ മാത്രമായിരിക്കും, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ, അസിങ്ക്രണസ് കൗണ്ടേഴ്സിൽ അപ്പ് ഓർ ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സിങ്ക്രണസ് കൗണ്ടേഴ്സിൽ എന്ത് ചെയ്യാം, ഈ ഓർഡർലി മാനറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ എന്തുകൂടി ചെയ്യാം, 0 1 4 2, അതായത് ഡിസോർഡേർഡ് മാനറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൗണ്ടിങ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. സോ രണ്ട് തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടിങ് സെറ്റപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിങ്ക്രണസ് കൗണ്ടേഴ്സിൽ ഓർഡർ മാറ്റേഴ്സ്, ഇതിലെന്ത് ചെയ്യില്ല, ഇതിൽ രണ്ട് തരത്തിലും ബോത്ത് ഓർഡേഴ്സ് നമുക്ക് ചെയ്യാം. ഓർഡർലി മാനറിലും ചെയ്യാം, അല്ലെങ്കിൽ ഡിസോർഡേർഡ് മാനറിലും നിങ്ങൾക്ക് ചെയ്യാം. അതാണ് തേർഡ് വൺ. ഇനി ഇങ്ങനെ ഓർഡറും ഡിസോർഡറും ആക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ സിങ്ക്രണസിൽ നമുക്ക് ആരുടെ ഹെൽപ്പ് വേണ്ടി വരുന്നുണ്ട്, ഗേറ്റ്സ് അല്ലെങ്കിൽ കോമ്പിനേഷണൽ സർക്യൂട്ട്സിൻ്റെ ഹെൽപ്പ് വേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മൾക്കുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൂടാതെ നമ്മൾ ആരെയും കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും, ഗേറ്റ്സും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് പെട്ടെന്ന് സഡനായിട്ട് 0യിലേക്ക് എത്തിക്കുക, സഡനായിട്ട് വേറെ നമ്പറിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള കേസസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഗേറ്റ്സിൻ്റെ സഹായം കൂടി തരുന്നുണ്ട്. സോ ഈ ഗേറ്റ്സിൻ്റെ സഹായം കൂടുന്നതുകൊണ്ട് തന്നെ എന്താവും, ആ സർക്യൂട്ടിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് ഡിസൈനായിട്ട് മാറുകയാണ്. സോ ഗേറ്റ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ഡിസൈൻ ആവുന്നതോടുകൂടി തന്നെ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കൂടെ തന്നെ ഗേറ്റ്സും കൂടി വരുന്നതുകൊണ്ട് എന്താണ്, സിങ്ക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ട് മാറുകയാണ്.
സോ അവിടെ തന്നെ 3 പോയിൻറ്റ്സ് വന്നു. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സിങ്ക്രോണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് 2 ഓർഡർ ആൻഡ് ഡിസോർഡർഡ് മാനറിൽ ചെയ്യാൻ പറ്റും. അത് എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഗേറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈൻസ് കോംപ്ലക്സ് ആയി മാറുന്നു. കോംപ്ലക്സ് ആയി മാറുമ്പോൾ തന്നെ ഓരോ സാധനം കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് തന്നെ അതെന്താവും? കൂടുതൽ കോസ്റ്റ് വൈസ് ആകുമ്പോഴത്തേക്കും കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുന്നു. ഓക്കെ, സോ ഇപ്പുറത്ത് അസിങ്ക്രോണസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അപ്പോൾ വ്യത്യാസം? ഒറ്റൊരു ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒന്നുകിൽ അപ്പ് സീക്വൻസായിട്ട് ഡൗൺ, ഈ 2 മാത്രമേ നമുക്ക് പോസിബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് സിംപ്ലർ, ദർ വോണ്ട് ബി എനി ഗേറ്റ്സ് യൂസിങ്, സോ ദാറ്റ് വിൽ ബി സിംപ്ലർ ഇൻ ഡിസൈൻ, ഇറ്റ് വിൽ ബി സിംപ്ലർ ആൻഡ് കോസ്റ്റ് വൈസ് ആയാലും ഇറ്റ് വിൽ ബി ചീപ്പർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സോ ആദ്യം നമ്മൾ പറഞ്ഞു, ഒന്നാമത്തത് ക്ലോക്ക് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്, ക്ലോക്കിൻ്റെതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തതിൻ്റെ ഓർഡറിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഫാസ്റ്റർ റെസ്പോൺസ് ഏതിനാണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി, ഗേറ്റ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കോസ്റ്റിൻ്റെ കാര്യം. ഇനി ലാസ്റ്റായിട്ട് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. സോ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റിംഗ് ആൻഡ് ജോൺസൺ കൗണ്ടേഴ്സ്. റിംഗ് കൗണ്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ജോൺസൺ കൗണ്ടേഴ്സ്. റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടേഴ്സ് എന്ന് പറയും. ഇതിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഈ 1, 2, 3 എന്നുള്ള ഓർഡറിലല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അതേതിലാണ് വരുന്നത്? അത് സിങ്ക്രണസ് കൗണ്ടേഴ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി റിപ്പിൾ കൗണ്ടേഴ്സ് ആർക്ക് എക്സാമ്പിളാണ്? അസിങ്ക്രണസ് കൗണ്ടേഴ്സിനെ പറയുന്നത് പേരാണ് റിപ്പിൾ കൗണ്ടേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, റിപ്പിൾ കൗണ്ടേഴ്സ്, പിന്നെ റിംഗ് അല്ലെങ്കിൽ ജോൺസൺ കൗണ്ടർ എന്നും പറയാറുണ്ട്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ആൻഡ് ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ synchronous counters and asynchronous counters. Thank you.